ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരുപാട് നാളത്തെ നമ്മുടെ കാത്തിരിപ്പിനൊടുവിൽ ഒരുപാട് പേര് ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. ബിസിനസ് പ്രൊഫൈലിൽ നമുക്ക് വാട്സപ്പ് ബട്ടൺ വെക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അതായത് നമ്മുടെ ബിസിനസ് പ്രൊഫൈലുമായിട്ട് നമുക്ക് നമ്മുടെ വാട്സപ്പ് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ എന്താ പറയുക, ഒരു ലീഡ് ജനറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നടക്കാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാവും. അപ്പം അത്തരത്തിൽ ഒരു പുതിയൊരു അപ്ഡേറ്റ് നിലവിൽ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇതിപ്പം എൻ്റെ ഒരു ക്ലയൻറ്റിന് ഈ ഒരു ബിസിനസ് പ്രൊഫൈലിൽ നമുക്ക് വാട്സപ്പ് ആ ഒരു ചാറ്റ് ബട്ടൺ നമുക്ക് എനേബിൾ ആക്കി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിലവിൽ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ ഒരു സൂംഡ് ആയിട്ടുള്ള വെർഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ബിസിനസ് പ്രൊഫൈൽ വാട്സപ്പ് ബട്ടൺ നിലവിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോയിൽ നോക്കാം. ഓക്കെ, അപ്പം ഈ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം ഇത് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോണിൽ മാത്രമാണ് നിലവിൽ ഇത്തരത്തിൽ വാട്സപ്പിൻ്റെ ഒരു ബട്ടൺ കാണാൻ വേണ്ടി പറ്റുക. അതായത് നമ്മൾ ഒരു ബിസിനസ് പ്രൊഫൈൽ നമ്മൾ ഫോണിൽ നോക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കീവേഡ് സെർച്ച് ചെയ്ത് നോക്കുന്ന സമയത്ത് അതിന് എന്താ പറയുക, അതിൻ്റെ കൊടുക്കി പറ്റുന്ന പറയുന്ന ബിസിനസ് പ്രൊഫൈൽ നമുക്ക് റിസൾട്ടിൽ കിട്ടുന്ന സമയത്ത് അതിൻ്റെ ഈ പറയുന്ന അഡ്രസ്സിൻ്റെ താഴെയായിട്ട് നമ്മുടെ ആ ഒരു ടൈമിങ്ങിൻ്റെ മോഡലായിട്ട് ഇതിൻ്റെ രണ്ടിനെയും നടുവിലായിട്ടാണ് നമുക്ക് ഈ ഒരു രീതിയിൽ വാട്സപ്പിൻ്റെ ബട്ടൺ നിലവിൽ എനേബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, മുൻപ് നമുക്കൊരു ചാറ്റ് ഓപ്ഷൻ നിലവിലുണ്ടായിരുന്നു. അതായത് ഇത്തരത്തിൽ ഡയറക്റ്റ് ബിസിനസ് പ്രൊഫൈൽ ത്രൂ തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമുക്ക് മുൻപ് നിലവിലുണ്ടായിരുന്നു ഈ നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൽ. പക്ഷേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കഴിഞ്ഞ ജൂലൈ ആ സമയത്താണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു ഫീച്ചർ ബിസിനസ് പ്രൊഫൈലിൽ നിന്ന് അവരെടുത്ത് ഒഴിവാക്കുകയുണ്ടായി. പല കാരണങ്ങളാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെക്യൂരിറ്റി റീസൺസും അതേപോലെ അധികം പേര് ഉപയോഗിക്കാനില്ല എന്നുള്ള റീസൺസും, അങ്ങനെ പല റീസൺസ് അന്ന് പറയുകയുണ്ടായി. അപ്പം ഇതിനെല്ലാം എന്താ പറയുക, കവച്ചു വെക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ വളരെ ഉപകാരപ്രദമാകുന്ന രീതിയിൽ നിലവിലിപ്പം അവർ ആ ഒരു പുതിയ അപ്ഡേറ്റ്, അതായത് വാട്സപ്പ് നമ്മുടെ ബിസിനസ് പ്രൊഫൈലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷൻ നിലവിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഓക്കെ, ഒരു കാര്യം ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഈ ഒരു ഓപ്ഷൻ നിലവിൽ എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടില്ല. വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിയിൽ ഡൊമൈനേജും അതേപോലെ ആ ഒരു ട്രസ്റ്റൊക്കെ കീപ്പ് ചെയ്യുന്ന ചില കമ്പനീസിന് മാത്രമാണ് നിലവിൽ ഇത്തരത്തിൽ ഈ ഒരു വാട്സപ്പ് എനേബിൾ ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ നിലവിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ഞാനിപ്പം ഒരുപാട് മറ്റു ക്ലയൻസിനെയൊക്കെ നോക്കുന്ന സമയത്ത് 1-2 ക്ലയൻസിനൊക്കെയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള ക്ലയൻസ് നമ്മളിത് എനേബിൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർക്ക് അത്തരത്തിലൊരു ഓപ്ഷൻ നമുക്ക് കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം എനിക്ക് തോന്നുന്നത് മിക്കവാറും ഗൂഗിൾ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ എന്നുള്ള രീതിയിലായിരിക്കും നിലവിലിപ്പോൾ ഇത് കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഒരു ബീറ്റാ വേർഷൻ എന്ന രീതിയിൽ കുറച്ച് പേർക്ക് ഇത് കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, ഭാവിയിൽ നമുക്ക് എല്ലാവർക്കും ഇത് കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു വാട്സപ്പ് ബട്ടൺ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ബിസിനസ് പ്രൊഫൈലിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ബിസിനസ് പ്രൊഫൈലിൻ്റെ ഡാഷ്ബോർഡിലേക്ക് പോകുന്നു. അവിടെ നമുക്ക് എഡിറ്റ് പ്രൊഫൈൽ എന്നുള്ള ഈ ഒരു സെക്ഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സെക്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എബൌട്ട്, കോൺടാക്റ്റ്, അതേപോലെ ലൊക്കേഷൻ, ഇത്തരത്തിൽ നമുക്ക് കുറച്ച് സെക്ഷൻസ് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ അവിടെ കോൺടാക്റ്റിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്കറിയാം, നിലവിൽ നമ്മുടെ ഫോൺ നമ്പർ മാത്രമായിരിക്കും നമുക്ക് അവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റുക. ഫോൺ നമ്പറും വെബ്സൈറ്റും ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നിലവിലുണ്ടാവും. ഓക്കെ, അപ്പം ഈ കോൺടാക്ട് സെക്ഷനിൽ ചെന്ന് കഴിയുമ്പം അവിടെ നമുക്ക് പുതുതായിട്ട് ചാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനും കൂടെ അവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് ഓർമ്മിക്കുക, എല്ലാവർക്കും ഇങ്ങനൊരു ഓപ്ഷൻ നിലവിൽ ഉണ്ടാവുക നിർബന്ധമില്ല. വളരെ കുറഞ്ഞ പേർക്ക് മാത്രമേ ഈ ഒരു ഓപ്ഷൻ നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു കോൺടാക്ട് സെക്ഷനിൽ ചെന്ന് കഴിയുമ്പം അവിടെ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിലവിൽ ടെക്സ്റ്റ് മെസ്സേജും അതുപോലെ വാട്സപ്പ്, ഈ 2 ഓപ്ഷൻ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആണെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതല്ല വാട്സപ്പ് ആണെങ്കിൽ ആ ഫോൺ നമ്പറിൽ വാട്സപ്പ് കണക്ട് ആയിട്ടുണ്ടെങ്കിൽ ആ ഫോൺ നമ്പർ വെച്ച് നമുക്ക് വാട്സപ്പും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെ ഏതാണോ വേണ്ടത് നമ്മളവിടെ സെലക്ട് ചെയ്യുക. അതേപോലെ നമ്മുടെ കൺട്രി ഏതാണോ കൺട്രി സെലക്ട് ചെയ്യുക. അതുപോലെ ഏതാണോ നമ്മുടെ വാട്സപ്പ് കണക്ട് ചെയ്തിരിക്കുന്ന നമ്പർ, ആ നമ്പർ ഇവിടെ കൊടുത്ത ശേഷം നമുക്ക് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വാട്സപ്പ് അവിടെ കണക്റ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് ഒരു സ്റ്റെപ്പ്. വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ ഫോൺ നമ്പറൊക്കെ കണക്ട് ചെയ്യുന്ന അതുപോലെ തന്നെയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഇത്തരത്തിലൊരു ഫീച്ചർ നമുക്ക് നിലവിൽ അവൈലബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത്. ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക, എത്രത്തോളം പേർക്ക് ഇത് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നമുക്കറിയാലോ. ഓക്കെ, കിട്ടിയിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. കിട്ടാത്തവരുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നമുക്ക് എത്രത്തോളം പേർക്ക് കിട്ടിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. ഓക്കെ, അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്.
ഇനിയിപ്പോൾ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങളാരും വിഷമിക്കേണ്ട. എന്തായാലും ഗൂഗിളിൻ്റെ ഒരു നെക്സ്റ്റ് അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ എല്ലാവർക്കും ഈ ഒരു ഫീച്ചർ കിട്ടി തുടങ്ങുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് ഫോണിൽ സെർച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് ഇത്തരത്തിൽ എന്താ പറയുക, ഈ ഒരു വാട്സപ്പ് ഐക്കൺ നമുക്ക് കാണുന്നത്. ലാപ്ടോപ്പിൽ നിന്ന് നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിൽ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ ക്ലൈൻറ്റിൻ്റെ ആണെങ്കിൽ പോലും നമ്മൾ വാട്സപ്പിൽ നമ്മൾ ലാപ്ടോപ്പിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ഒരു ഐക്കൺ കാണുന്നതായിട്ട് കാണുന്നില്ല. ഓക്കെ, അപ്പോൾ ഫോണിൽ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെയാണ് ഈ ഒരു ഐക്കൺ കാണുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ക്ലയൻസിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചുള്ള ബിസിനസ് പ്രൊഫൈൽസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ കാണാൻ വേണ്ടി പറ്റും. നമുക്ക് ഫോണിൽ തന്നെയാണ് ഇത് കിട്ടേണ്ടതും. ശരിക്കും പറഞ്ഞാൽ ഒരു 90% ആളുകളും ഫോണിൽ തന്നെയാണല്ലോ ഒന്നിലും ഇപ്പം സെർച്ചും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ഫീച്ചർ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ളൊരു എന്താ പറയുക, ലീഡ് ജനറേഷനും അതേപോലെ കൺവേർഷനൊക്കെ പെട്ടെന്ന് നടക്കാനുള്ളൊരു ചാൻസ് നമുക്ക് എന്തായാലും സാധ്യതയുണ്ട്. അപ്പം ഗൂഗിളിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ബിഗ്ഗസ്റ്റ് അപ്ഡേറ്റ് തന്നെയാണ് ഈ പറയുന്ന ബിസിനസ് പ്രൊഫൈൽ വാട്സപ്പ് ചാറ്റ് ബട്ടൺ കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പം വീഡിയോ അയാൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെന്നുള്ളത് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് കമൻ്റായിട്ട് പറയാം. ഓക്കെ, താങ്ക് യു.